ഇന്നലെ ഞാൻ വാഷി ടൈപ്പ് വെച്ചിട്ടൊരു ബുക്ക് മാർക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും വേറൊരു രീതിയിലൊരു ബുക്ക് മാർക്ക് റെഡിയാക്കാട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഐവറി ഷീറ്റാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് റെക്ടാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ബ്ലൂ ബ്രഷ് പെൻ എടുത്തിട്ട് ഇതുപോലെ ഗ്രിഡ് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ എടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് രീതിയിലുള്ള ബുക്ക് മാർക്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഓർത്തുനിന്ന് പിന്നെ ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന്. ഞാൻ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഇതുപോലെ. അപ്പം ഞാൻ ഓർത്തു നമ്മുടെ ഒരു ഐഡിയയിൽ ഇതുപോലെ ഒന്ന് ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിലിടയിലുള്ള സ്പേസിലൊക്കെ നമ്മൾ ബീഡ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തു. ഈ ഒരു ലേസ് ഞാൻ ക്രാഫ്റ്റിനായിട്ട് മേടിച്ചിട്ട് ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് ബോർഡർ ആയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന്. അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിന്റെ ടോപ്പിലേക്ക് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്തു. റിബണും കൂടി കെട്ടിക്കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. വേറൊന്നല്ല, എനിക്ക് നാളെ തൊട്ട് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കുറേ പേര് എനിക്ക് ഡിയോഡാപ്പിനെ പറ്റിയിട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഡിയോഡാപ്പിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.